അങ്ങനെ തെങ്കാശി യാത്രയിലെ 3-ാമത്തെ എപ്പിസോഡിലേക്കും എല്ലാവർക്കും സ്വാഗതം. കൃഷിത്തോട്ടങ്ങളും സൂര്യകാന്തി പാടമൊക്കെ കണ്ട് നമ്മളിനി അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഈ സ്ഥലം എല്ലാവർക്കും അറിയായിരിക്കും. ഒരു സിനിമയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സിനിമയുടെ പേര് മാത്രമല്ല, ആ സിനിമയിലെ പാട്ട് രംഗം ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. വെറുതെ ഷൂട്ട് ചെയ്തത് മാത്രമല്ല, സെറ്റിട്ട് ചെയ്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് ഇത്രത്തോളം പ്രാധാന്യം വരുന്നതും ആൾക്കാരിലേക്ക് എത്തുന്നതും. ആ സ്ഥലത്തിന് അങ്ങനെ തന്നെയാണ് പേരും കൊടുത്തിട്ടുള്ളത്, അന്യൻ പാറ. 2005 ജൂൺ 17 ഈ സിനിമ റിലീസാകുന്നത്. വൻ വിജയമായിരുന്ന ഈ സിനിമയിലെ പാട്ടുകളും അതുപോലെ തന്നെ ഹിറ്റായിരുന്നു. അതിലെ ഒരു ഗാനം ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടുമടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിത്രപ്പണികളോടുകൂടിയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതിനു വേണ്ടിയിട്ട് സജ്ജീകരിച്ചു. വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ഒരുക്കിയിട്ടുള്ള ഒരു ഗാനം. ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. പോകുന്ന വഴി എടുത്തു പറയണ്ടല്ലോ, വളരെ മനോഹരമാണ്. റോഡിൻ്റെ 2 സൈഡിലും ഇതുപോലെ തന്നെ കൃഷിയിടങ്ങളാണ്. കൂടുതലും നെല്ലും തെങ്ങുമാണ്. മറ്റു കൃഷികൾ നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നെല്ലാണ് കേട്ടോ കൂടുതലും. സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അന്യൻപാറയിലേക്ക് പോവാം. ഏകദേശം നമ്മൾ അന്യൻപാറയുടെ അടുത്തെത്തിയിട്ടുണ്ട്. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. ടിക്കറ്റോ ബാക്കി കാര്യങ്ങളോ ഒന്നുമില്ല, തിരക്കുമില്ല. നമ്മൾ പോകുന്ന സമയത്ത് റോഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് ഒരല്പ ദൂരം നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അന്യൻ പാറയിലേക്ക് കയറാൻ പറ്റും. വലിയ ഹൈറ്റുള്ള ഒരു പാറയൊന്നുമല്ല, ചുറ്റും പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഇടം. അല്പം റോഡിൽ നിന്ന് ഉയരമുള്ള ഒരു പാറയാണ് കേട്ടോ. വലിയ അപകട സാധ്യതയുമില്ല, എന്നാൽ ചുറ്റുവേലികളൊന്നും നിർമ്മിച്ചിട്ടുമില്ല. കയറുന്നവർ സൂക്ഷിക്കുക. പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടുവരാറുള്ള മുൾച്ചെടി ഉണ്ടല്ലോ, അത് ഇടയ്ക്കൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുപ്പികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ബാക്കി വളരെ മനോഹരമാണ് കാഴ്ചകൾ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ തെങ്കാശി സുന്ദരപാണ്ഡിപുരം എപ്പിസോഡിലെ അടുത്ത ഒരു സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അന്യൻ പാറ എന്നാണ് പറയുന്നത്. അമ്പിപ്പാറ എന്നും ലൊക്കേഷനിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ അന്യൻ സിനിമയിലെ ഒരു പാട്ട് സീനില്ലേ, ആ പാട്ട് സീനൊക്കെ ചിത്രീകരിച്ച ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇത്. നമ്മുടെ മാപ്പിൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പേര് കൊടുത്തിട്ടുള്ളത് അമ്പിപ്പാറ എന്നാണ്. ഈ സ്ഥലത്ത് വെച്ചാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ പാട്ടും കൂടെ കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ ഈ പാറയിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളും പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം. ശരിയാണ് കേട്ടോ. അവിടെ ഈ സ്ഥലത്തൊക്കെ പാറയിൽ അന്ന് ആ പാട്ടിന് വേണ്ടിയിട്ട് വരച്ച പെയിൻറ്റിങ്സ് ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും കേട്ടോ, കുറേ പെയിൻറ്റിങ്സ്. ഇതിപ്പോൾ നമ്മൾ ആ പാട്ട് സീന് കറക്റ്റ് കാണുകയാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും ഏതൊക്കെ പടമാണ് ഇവിടെ വരച്ചിരുന്നതെന്നുള്ളത്. ഏതാണ്ടുള്ളത് നമുക്ക് പെയിൻറ്റിങ്സ് ഇവിടെ കാണാൻ പറ്റും കേട്ടോ. എന്തായിരുന്നാലും അതിന് ദിനോസറിൻ്റെ വായോ അതുപോലെ ഉണ്ടല്ലേ. ഓ മുള്ളു 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 അത് തന്നെ. 1 2 3 4 5 5 വലിയ പടങ്ങൾ കേട്ടോ. നമ്മൾ ആ പാട്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഇതിൻ്റെ ആ വിഷ്വൽ എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാ വളരെ വിശാലമായിട്ടുള്ള നെൽപ്പാടങ്ങൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ അപ്പുറത്തൊരു കുളമാണെന്ന് തോന്നുന്നു. ഒരു കുളവും കാണാൻ പറ്റും. അതിനിടയ്ക്കാണ് റോഡ്. നമ്മുടെ കാർ ആ സൈഡിലായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മളിങ്ങനെ കയറി വന്നത്. റോഡ് സൈഡിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കയറാൻ പറ്റുന്ന ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റുള്ള സ്ഥലം. പിന്നെ ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനും കൂടെ ആയതുകൊണ്ട് അങ്ങനെ കൂടെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു നെൽപ്പാടം. നടുക്ക് 1-2 കെട്ടിടങ്ങളുണ്ട്. അവിടെ ഒരു ചെറിയ തെങ്ങ് കാര്യങ്ങൾ. ഓടൽ എവിടെ കണ്ടാ പാറ? എവിടെ പാറ കണ്ടാ? എന്തിനാണ് പാറയിൽ? പാറയിൽ എന്തോ നോക്കളെ പടം വരച്ച് വെച്ചേക്കണ? ആരെ പടം? ഓറഞ്ചിൻ്റെയാ?
നമ്മൾ അതിൻ്റെ ടോപ്പിലോട്ട് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ടോപ്പിൽ കയറാൻ പറ്റുള്ളൂ. അവിടെ നമുക്ക് വലിയ ഹൈറ്റൊന്നുമല്ല, പക്ഷെ എന്നാലും ഒരു 360 വ്യൂ ഇവിടെ നിന്ന് കിട്ടും. ഇവിടെ ഈ ഏരിയയിൽ കുറച്ചെങ്കിലും ഹൈറ്റ് ഉള്ളത് ഇവിടെയാണ്. ഇവിടെ ഒരു തടാകം പോലെയാണ് തോന്നുന്നത് കേട്ടോ. തടാകം, അതിനപ്പുറം വേറൊരു മലനിര കാണുന്നുണ്ട്, ഒരു പാറക്കെട്ട് കാണുന്നുണ്ട്, അവിടെ കാറ്റാടി പാടങ്ങൾ കാണുന്നുണ്ട്, അവിടെ ഒരു മലനിര കാണുന്നുണ്ട്, അവിടെ ഒരു പാറക്കൂട്ടം കാണുന്നുണ്ട്. നമ്മുടെ മെയിൻ റോഡ് ഇതാ ഇവിടെയാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതാ ഇത്രയും ഏരിയ നെൽപ്പാടമാണ് കേട്ടോ. നെൽപ്പാടവും മറ്റ് കൃഷികളും ഉണ്ട്. പിന്നെ അതിന് പുറകിലായിട്ട് വലിയൊരു മലനിരയും കാണുന്നുണ്ട്. ഈ സൈഡിൽ അതുപോലെ തന്നെ കാറ്റാടി പാടങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഈ സൈഡും അതുപോലെ തന്നെ നെൽകൃഷിയും നമ്മുടെ ഈ റോഡിൻ്റെ ബാക്കി ഭാഗമാണ്. ഇതിനപ്പുറമാണ് നമ്മൾ നിന്ന ആ ഒരു സ്ഥലം. ഈ പാറകളാണ് നമ്മൾ താഴെ നിന്ന് ചിത്രങ്ങൾ വരച്ച് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തത്. ഈ പാറകളിലാണ് പടം വരച്ചിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മുകളിൽ നോക്കുമ്പോഴത്തേക്ക് ഇത്ര ഒരു വിശാലമായിട്ടുള്ള പാറ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെയാണ് അതിൻ്റെ ഷൂട്ടിങ്ങിനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയതായിരിക്കണം. ഇനി അടുത്തൊരു സിറ്റി പോലെ അല്ലെങ്കിൽ ഒരു പട്ടണം പോലെ ഇവിടുന്ന് കാണാൻ പറ്റും. കുറേ കെട്ടിടങ്ങൾ കാണാൻ പറ്റും കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ അന്യൻപാറ, അമ്പിപ്പാറ എന്നൊക്കെ പറയുന്ന ഈ പാറ മുകളിലെ കാഴ്ചകൾ, അല്ലെങ്കിൽ പാറയിലെ കാഴ്ചകൾ, ആ സിനിമയുടെ സെറ്റ് ഒരുക്കിയ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. നമ്മുടെ തെങ്കാശി യാത്രയിൽ ഇടയ്ക്ക് ഇറങ്ങിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി പോകുന്നുണ്ട്. കൃഷിയിടങ്ങളും അതുപോലെ തന്നെ കുറ്റാലം വാട്ടർഫാൾ, പിന്നെ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ പരിചയപ്പെടുത്തിയാണ് നമ്മൾ പോകുന്നത്. ഉറപ്പായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇതുപോലുള്ള യാത്രാവിശേഷങ്ങളാണ് നമ്മുടെ ചാനൽ. അങ്ങനെ നമ്മൾ മനോഹരമായിട്ടുള്ള അന്യൻപാറ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി അടുത്ത് കാണാൻ പോകുന്ന ഒരു വലിയൊരു അണക്കെട്ടാണ്, ഒരു ഡാമാണ്. അടവി നയനാർ ഡാം എന്നാണ് ഇതിൻ്റെ പേര്. അന്യൻപാറയിൽ നിന്ന് അടവി നയനാർ ഡാം വരെ നമുക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 21 കിലോമീറ്ററാണ് ഉള്ളത്. ഈ അന്യൻപാറ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം തെങ്കാശി ടൗണിന് അടുത്തായിട്ടാണ് കേട്ടോ. അടവി നയനാർ ഡാം നമ്മൾ ഏകദേശം എത്താറാകുമ്പോൾ ഉള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. റോഡിൻ്റെ ഇരുഭാഗവും ഇതുപോലെ പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. നേരെ ഫ്രണ്ടിൽ ഒരു മലനിരകളുണ്ട്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്, നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം അടവി നയനാർ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ ഇറങ്ങുക എന്നുള്ളത് വളരെ ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ യാത്രയിൽ പോകുന്നവർ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. ഈ കാണുന്ന പാടശേഖരങ്ങളുടെ നടുവിലൂടെയുള്ള ഈ റോഡിലെ യാത്ര മാത്രമല്ല, നമുക്ക് ഇവിടെ ഇറങ്ങാനും കുറച്ച് സമയം ചിലവഴിക്കാനും ഉള്ളതുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും അവരുടെ കൃഷിയൊന്നും നശിപ്പിക്കാതെ നമ്മൾ ഇറങ്ങി കുറച്ച് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ടിട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും നമുക്ക് നേരെ ഡാമിലേക്ക് പോകാം, അവിടുത്തെ കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. ഇപ്പോൾ നേരെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു കൂറ്റൻ തടയണയില്ലേ, അതാണ് അടവി നയനാർ ഡാം എന്ന് പറയുന്നത്. നല്ല വലിപ്പമാണ് ഇതിനുള്ളത്. ഇപ്പോൾ മഴയുണ്ടെങ്കിലും ഇത് ഓവർഫ്ലോ കാരണമാണ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക. ഷട്ടറുകളൊന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ മഴ ഉണ്ടെങ്കിലും ഇവിടെ വെള്ളം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. തടയണ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇതുവഴി നിറഞ്ഞ് പരന്ന് ഒരേ ലെവലിൽ പരന്ന് നിറഞ്ഞ് ഒഴുകി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഓവർഫ്ലോ ആയിട്ട് വരുന്ന ആ സമയത്ത്. ഇപ്പോൾ മഴ ഉണ്ടെങ്കിലും നമുക്ക് അത് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ നിർമ്മാണ കാലഘട്ടം എന്ന് പറയുന്നത് 1996 നിർമ്മാണം ആരംഭിച്ചത്. 2002 ഇത് പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നതും ഇവിടെയുള്ള സമീപ പ്രദേശത്തൊക്കെ ഉള്ള കൃഷി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു തടയണ അല്ലെങ്കിൽ ഡാം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ വന്നേക്കുന്നത് എവിടെയാണ് നമ്മളെ എവിടെയെന്ന് പറയാം, അടവി നയനാർ ഡാം എന്ന് പറയുന്ന ഡാമിലാണ് വന്നിട്ടുള്ളത്. ഒരു കൂറ്റൻ ഡാം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിപ്പമുണ്ട്. ഡാമല്ല, അത് ഓവർഫ്ലോ ഉള്ള അതായിരിക്കും തോന്നുന്നു. ഡീറ്റെയിൽസ് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ ഷട്ടറോ കാര്യങ്ങളൊന്നും കാണാൻ വയ്യ, കാണാനില്ല.
പിന്നെ ഇവിടെ 4 മണി വരെ ഉള്ളൂ. നമ്മളിവിടെ വന്നപ്പോൾ 4:45. അപ്പോൾ അകത്തേക്ക് അതായത് മുകളിലേക്ക് കയറാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല. ചുറ്റും നോക്കി മഴ, മഞ്ഞ് എല്ലാം ഉണ്ട്. ഇതാണ് സംഭവം. അവിടെ നിന്ന് ഓവർഫ്ലോ ആയിട്ട് കാറ്റ് ഓവർഫ്ലോ ആയിട്ട് വെള്ളം വീഴുക ഇങ്ങനെ പോകുന്ന സംഭവം. അതാണ് മെയിൻ റോഡ്. നമ്മൾ വന്ന മെയിൻ റോഡ് അതാണ് കേട്ടോ. ഇത്രയും ഏരിയയിലുള്ള അടവി നയനാർ ഡാം, വാട്ടർഫാൾസാ ഡാം. 4 മണിക്ക് വന്നിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ മുകളിൽ കയറാൻ പറ്റിയിരുന്നായിരുന്നു അല്ലേ? മുകളിൽ കയറാൻ പറ്റുവാണ്. നീ കണ്ട വീഡിയോയിൽ? ഇല്ല. ഇവിടെ കുളിക്കുമോ ആൾക്കാർ? ഇവിടെ അവിടെയാ? അപ്പുറത്തെ സൈഡ്, നമ്മൾ വന്ന സൈഡ്, അവിടെ പാർക്കുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കുണ്ട്. പിന്നെ ഈ ഏരിയയിലൊന്നും കടകളോ വേറെ ആൾക്കാരോ ഇല്ല. അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചോദിക്കാനോ ഉള്ള ഒരു സാധ്യതയില്ല. പശുക്കളുണ്ട്. ഇനി അടുത്തൊരു കാറും കൂടെ വരുന്നുണ്ട്. അവരും ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും. ഇനി നമുക്കടുത്ത് പുഷ്പ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുള്ള തിരുമലയിൽ തോന്നുന്നു. അപ്പോൾ ആ ഒരു സ്ഥലം കൂടെ ഉണ്ട് നമ്മുടെ ഇന്നത്തെ. അത് മാത്രമല്ല, അത് വേറൊരു ഒരു ടെമ്പിളും കൂടെ നമ്മൾ യാത്രയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മഴയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതുകൂടെ ആഡ് ചെയ്യും. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് മുകളിൽ കയറാൻ പറ്റില്ല കേട്ടോ. മുകളിൽ കയറി ഇതിനപ്പുറം വലിയൊരു എന്താണ് ഏത് റിവറാണെന്നൊന്നും അറിഞ്ഞില്ല. എന്തായാലും വെള്ളം തടഞ്ഞു നിർത്തിക്കണം, നമുക്ക് കാണാമായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഉണ്ടറാ ഷട്ടർ അതുവഴി പോവാതെ ഇവിടെ നിന്ന് തുറന്നു വിട്ടേക്കാണ്. ഇവിടെ നിന്നും തുറന്നു വിട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും തുറന്ന് പോകുന്നുണ്ട്. കാഴ്ചകളും വിശേഷങ്ങളും ഒന്നും അവസാനിക്കുന്നില്ല. അടവി നയനാറിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇറങ്ങുകയാണ് അടുത്ത ഒരു സ്ഥലത്തേക്ക്. ഫാമിലിയായിട്ട് നമ്മൾ പോയ ഒരു ട്രിപ്പാണ്, ഒരു 1 ഡേ ട്രിപ്പാണ്. തെങ്കാശിയും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി. ഇത് 3ാമത്തെ എപ്പിസോഡാണ്. ഇനി ഒരു എപ്പിസോഡ് കൂടി നമ്മുടെ ഈ യാത്ര അവസാനിക്കും കേട്ടോ. ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച ഒരു ട്രിപ്പായിരുന്നു. വളരെ നല്ല സ്ഥലമാണ് നമ്മുടെ തെങ്കാശി എന്ന് പറയുന്നത്. ഒരുപാട് കൃഷി കാണാൻ പറ്റിയ, മനസ്സ് നിറയുന്ന ഒരു യാത്ര തന്നെയായിരുന്നു ഇത്. യാത്രകളെ സംബന്ധിക്കുന്ന വീഡിയോകളാണ് ഈ ചാനലിൽ വരുന്നത്. ഒരുപാട് യാത്രകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഒരുപാട് യാത്രാവിശേഷങ്ങൾ ഇനി വരുന്നുണ്ട്. ഓൾ കേരള പോയ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.